ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ടിംഗ് വ്ലോഗ് തന്നെയാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് പോവാണ്. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ഇന്നലെ എൻ്റെ ബർത്ത്ഡേക്ക് ഇടണം എന്ന് വിചാരിച്ച ഔട്ട്ഫിറ്റാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നലെ പ്രത്യേകിച്ചിട്ട് എവിടെയും പോകാണ്ടായിട്ടില്ല. ഓൺലി ക്ലാസ്സിന് മാത്രമേ അത് ഞാൻ ഇട്ടിട്ടില്ല. ആക്ച്വലി പുതിയതല്ല, ഈ ഇന്നറും ഈ ഒരു പാൻറ്റും പുതിയതാണ്. ഈ ഒരു കോട്ടിൻ്റെ അടുത്ത് ഓൾറെഡി ഞാനൊരു പെരുന്നാൾക്ക് അല്ല ഒരു കല്യാണത്തിന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു, കസിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റൈൽ ചെയ്തതാണ്. ഇന്നലെ ഞാൻ മാക്സിൽ ബാംഗ്ലൂർ പോയ സമയത്ത് വാങ്ങിയതാണ്. പിന്നെ പാൻറ്റ് എനിക്ക് യൂക്കാൻ്റെ ഉമ്മ ഗൾഫിൽ നിന്ന് ഖത്തറിൽ നിന്ന് വരുന്ന സമയത്ത് വാങ്ങിച്ചത്. അപ്പോൾ അത് മൂന്നും കൂടിയിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ച് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, നമുക്ക് പോയിട്ട് തരാം. വണ്ടി കൊടുക്കുന്നത് യുക്കാൻ്റെ കസിനാണ്. അപ്പം യുക്കാക്ക് ഓഫീസുള്ളതുകൊണ്ട് അവിടെ നിന്ന് നേരെ ലഞ്ച് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ലഞ്ച് കഴിക്കുന്നിടത്ത് നിന്ന് കാണാം. നമ്മളൊക്കെ നേരെ എൻ്റെ വീട്ടിൽ വന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചോട്ടോ. പുലരി എന്ന് പറഞ്ഞാൽ കുറച്ചായി ആ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട്. ഫുൾ തറവാട് സ്റ്റൈലിൽ, മൊത്തം ഒരു പഴയ വീടും അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ആ ഹോട്ടൽ. ആക്ച്വലി അവിടെ ക്യൂ നിൽക്കണ്ടായിരുന്നു. കുറേ സമയത്ത് നമ്മൾ പുറത്തിരുന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടുക. അത്രയും തിരക്കാണ്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ്. ഞാൻ ചോറ് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ടേസ്റ്റ് ചോറായാലും. ഇന്ന് സാമ്പാർ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം സാമ്പാർ, ഒരു ദിവസം വേറെ കറി, അങ്ങനെയാവുമല്ലോ അവർ. അപ്പോൾ ഇന്ന് സാമ്പാർ ഇല്ലെങ്കിൽ പോലും, എനിക്ക് സാമ്പാറാണ് ചോറിൽ മെയിനായിട്ട് ഇഷ്ടം. പക്ഷേ സാമ്പാർ ഇല്ലെങ്കിൽ പോലും ആ ഒരു പച്ചക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കൂട്ടുകറിയും എല്ലാം ആയിട്ട് കേട്ടോ. പിന്നെ ഫിഷസിൻ്റെ കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, അവർ ഡയറക്റ്റ്ലി ആ ഒരു ട്രേയിൽ ഫ്രൈ ചെയ്തുകൊണ്ട് ലൈവ് ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. നമുക്ക് വേണ്ടുന്ന നമ്മൾ കൂന്തലും ചെമ്മീനും അയിലയും അയക്കൂറയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒരുപോലെ ടേസ്റ്റ് ഉണ്ട്, നല്ല മസാലയൊക്കെ ആയിട്ട് എല്ലാം കിട്ടിയില്ല കേട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയി ട്രൈ ചെയ്യണം. ഇത് വരുന്നത് ഒരു കണ്ണൂർ കക്കാട്ട് റോട്ടിലാണ് ഈ ഒരു പുലരി എന്ന് പറഞ്ഞ ഹോട്ടൽ വരുന്നത്. ഫുൾ തറവാട് സ്റ്റൈലാണ് കേട്ടോ. അവിടെ ഫാന് മാത്രമേ ഉള്ളൂ. പിന്നെ കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സീറ്റിങ്ങിൽ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ 5 പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ തിരക്കായതുകൊണ്ട് സീറ്റിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ ഫുഡ് അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അത്രയും ആളുണ്ട് അവിടെ. ഭയങ്കര ക്യൂ ആണ്. 4:30 വരെ ഉണ്ട് അവർക്ക് ഈ ഫുഡ് കൊടുക്കുന്നത്. ചോറ് കൊടുക്കുന്നത് 4:30 വരെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. കാരണം ഭയങ്കര ചൂടാണല്ലോ പുറത്ത്. ഇന്നലെ മഴ പെയ്തിട്ടും ഇന്ന് ചൂടിനൊരു മാറ്റമില്ല, നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ ഇനി നമ്മൾ സാധനം വാങ്ങാൻ പോകണം കേട്ടോ. നമ്മൾ മന്ത്ലി സാധനം മെട്രോയിൽ പോകണം.
അപ്പം അങ്ങനെ പോയി അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും, മീച്ചൂരേക്ക് പോകും. ഞാൻ നാളെയാണ് ഇങ്ങോട്ട് റിട്ടേൺ വരും. അപ്പം ഇങ്ങനെയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ, ചായ കുടിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ മെട്രോയിലോട്ടേക്ക് പോയി. നമ്മൾ ലേറ്റായിരുന്നു, 6 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോയിൽ സാധനം വാങ്ങാൻ പോയി. അതൊക്കെ ഓറഞ്ച് മതി. നോക്ക്, അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി. അതിൻ്റെ ഇടയിൽ ഭയങ്കര ചൂടാണല്ലോ, അപ്പം ഞാൻ സ്മൂത്തിൻ്റെ ഒരു കോഫി ഫ്രൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഔട്ടർ കൊടുക്കാൻ പറ്റിയില്ല, നമ്മൾ ലേറ്റായിരുന്നു വീട്ടിലെത്താൻ, പിന്നെ ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.